ഈ ആഴ്ച തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ 5 ഡെങ്കിപ്പനി കേസുകൾ വന്നിരുന്നു. അതുകൊണ്ട് ഇതൊരു ഡെങ്കിപ്പനി അവയർനെസ് വീഡിയോ ആയിട്ട് കാണുക. തുടർച്ചയായ മഴ കാരണം കേരളത്തിൽ ഇപ്പോൾ ഡെങ്കിപ്പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് വളരുന്നത്. രോഗമുള്ള ഒരു കൊതുക് കടിച്ചാൽ തന്നെ ഡെങ്കിപ്പനി വരാം. സാധാരണയായി പെട്ടെന്നുള്ള കടുത്ത പനി, കഠിനമായ ശരീരവേദന, തലവേദന, കണ്ണിന് പിന്നാലെ വേദന, ഓക്കാനം അല്ലെങ്കിൽ ഛർദി എന്നിവയൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ. കൃത്യമായി കെയർ കിട്ടിയാൽ ഭൂരിഭാഗം പേരും റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഡെങ്കിപ്പനി പെട്ടെന്ന് ഗുരുതരമാകാനും സാധ്യതയുണ്ട്. തുടർച്ചയായ ഛർദി, ശക്തമായ വയറുവേദന, മോണയിൽ നിന്നോ മൂക്കിൽ നിന്നോ ബ്ലീഡിംഗ്, ഛർദിലോ മലത്തിലോ രക്തം കാണുക, അമിതമായി തളർച്ച, തലകറക്കം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രം വളരെ കുറച്ച് മാത്രം പോവുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സമയം കളയരുത്. ഒട്ടും വൈകാതെ ഹോസ്പിറ്റലിൽ എത്തണം. ഡെങ്കിപ്പനി വന്നാൽ എല്ലാവർക്കും ഡ്രിപ്പ് വേണമെന്ന് പലരും വിചാരിക്കാറുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾക്ക് നന്നായി കുടിക്കാൻ പറ്റുമെന്നെങ്കിൽ ധാരാളം വെള്ളം, ORS, സൂപ്പുകൾ അല്ലെങ്കിൽ കരിക്കും വെള്ളം എന്നിവയൊക്കെ കുടിച്ചാൽ മതിയാകും. വായു വഴി ആവശ്യത്തിന് ഫ്ലൂയിഡ് ഉള്ളിൽ ചെന്നില്ലെങ്കിലോ രോഗം വളരെ ഗുരുതരമായാലോ മാത്രമേ ഡ്രിപ്പിന് ആവശ്യമുള്ളൂ. ആവശ്യമില്ലാതെ ഡ്രിപ്പ് നൽകുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഡെങ്കിപ്പനി ഉള്ളത് കൊണ്ട് മാത്രം ഡ്രിപ്പ് വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതുപോലെ ഈ ഐബുപ്രോഫിനും ഡൈക്ലോഫിനാക്കിലെ പെയിൻ കില്ലേഴ്സ് അത് കഴിക്കരുത്. കാരണം ഇത് ബ്ലീഡിങ് കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. പനിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പാരസ്റ്റമോൾ മാത്രം കഴിക്കുക. എല്ലാറ്റിനുപരിയായി നമ്മുടെ വീട്ടു പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി ഡെങ്കിപ്പനിയെ തടയുക. കാരണം കൊതുകുകളെ നശിപ്പിക്കുന്നത് തന്നെയാണ് ഈ രോഗം തടയാനുള്ള ഏറ്റവും നല്ല വഴി.